ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ പ്യുവർ ബസ്മതി റൈസ് ക്ലാസിക്, അതാണ്. പിന്നെ ഒലീവ് ഓയിൽ, പിന്നെ ബട്ടർ, പിന്നെ ചിക്കൻ്റെ തൈസാണിത്, ബോൺലെസ് ആണ്. പിന്നെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 ബീൻസ്, ഒരു ചെറിയ സവാള, ഒരു 5 വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് മഷ്റൂം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഓയിസ്റ്റർ സോസ് വേണം, പിന്നെ ഡാർക്ക് സോയ സോസ്. പിന്നെ നമ്മൾ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. അതൊരു 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ഫൈൻലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക. നമുക്ക് മഷ്റൂം കുക്ക് ചെയ്യാനായിട്ടാണ്. കുറച്ച് ഒലീവ് ഓയിൽ. പിന്നെ ഇപ്പുറത്തെ ചീനച്ചട്ടിയിലും കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക. അത് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ടാണ്. പിന്നെ കുറച്ച് ബട്ടറും രണ്ടിലും ചേർക്കാം. ഇത് കുറച്ച് ബട്ടർ മതി. ഇതിലും കുറച്ച് ബട്ടർ. നമുക്ക് കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇതിലും നമുക്ക് കുറച്ച് ഗാർലിക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മഷ്റൂംസ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ആ ചിക്കൻ്റെ സൈസ് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പം ഈ മഷ്റൂംസിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും. ആ വെള്ളം വറ്റുന്നത് വരെ മഷ്റൂംസ് കുക്ക് ചെയ്യാം. ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും ഒരു 10-15 മിനിറ്റിനുള്ളിൽ അതും കുക്കാവും. 10 മിനിറ്റ് മതി. മഷ്റൂംസിൻ്റെ ഒന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം. മഷ്റൂംസിന് ആവശ്യമുള്ള ഉപ്പ്, അതുപോലെ ചിക്കനും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഷ്റൂംസിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി കുക്കായോ എന്ന് അറിയാനായിട്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിത് മാറ്റി വെക്കും. എന്നിട്ട് ഇതേ ചീനച്ചട്ടിയിലോട്ട് വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുക്കും. മഷ്റൂംസ് കുക്കായത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം ചീനച്ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ കുറച്ച് ബട്ടർ കൂടെ ചേർക്കും. എന്നിട്ട് പിന്നെ നമ്മളുടെ റിമൈനിങ് ഗാർലിക് ചോപ്പ് ചെയ്തത്, ഇതൊരു നേരത്തെ കാണിച്ച അത്രയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് 5 എണ്ണം. ബാക്കി ഇരിക്കുന്ന വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ റിമൈനിങ് സവാള, അതൊരു ചെറിയ സവാള ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് റിമൈനിങ് ഉള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്യാരറ്റും ബീൻസും ചോപ്പ് ചെയ്തത്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അതും ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ ക്യാരറ്റും ഒരു 8 ബീൻസും ഉണ്ട്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്യാം. ചിക്കൻ ഇവിടെ ആവുന്നുണ്ട്. അതും കഴിച്ച് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ടോ. കുക്കായിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ക്യാരറ്റും ബീൻസും ആ ഒരു ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. എന്നാലത് ഒരു റോ ടേസ്റ്റ് നിൽക്കാനും പാടില്ല. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ്സ് ഒക്കെ മതിയാവും. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കാണ് ചേർക്കാനുള്ളത്. അത് ചേർക്കാം. ക്യാപ്സിക്കം അധികം ഒരു 2 മിനിറ്റ്സ് മതിയാവും. ക്യാപ്സിക്കം 2 മിനിറ്റ്സ് വഴറ്റിയാൽ മതി. ഇതൊരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസിന് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഉപ്പ് ഇടണ്ട. ബിക്കോസ് നമ്മൾ അജിനോമോട്ടോ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടിയാണ്. അപ്പം കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്താൽ മതി. എന്നിട്ട് ഫൈനലി നമ്മൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുരുമുളക് പൊടി, ഇത് 3ആണ് അജിനോമോട്ടോ ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആദ്യമേ അങ്ങ് ഇടണ്ട വെജിറ്റബിൾസിന്.
വെജിറ്റബിൾസ് എല്ലാം സോട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂംസും ചേർത്ത് കൊടുക്കാം. മഷ്റൂംസ് ഉള്ളത് കൊണ്ട് ചേർത്താണ്, മഷ്റൂം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുട്ട ബീറ്റ് ചെയ്ത് അതും ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ അജിനോമോട്ടോ എന്ന് പറയുന്നത് ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി. ഞാനൊരു പിഞ്ച് ഓഫ് ഷുഗറാണ് എടുത്തേക്കുന്നത്, അത്രയും മതിയാവും. ഒരു പിഞ്ച് ഓഫ് ഷുഗർ ഇട്ടു. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കി കൂടെ നമുക്ക് ഇപ്പോൾ ഇടാം. പിന്നെ നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഓളം തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന് കൂട്ടാം. ഞാൻ ഒരു 1/2 ടീസ്പൂണോളമാണ് ഇടുന്നത്. ഇത്രയും കൂടി ചേർത്താൽ നമ്മളുടെ അജിനോമോട്ടോ ആയി. സാധാരണ ഇത്രയും വരെ ആക്കിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ 1 കപ്പ് റൈസ് അത് വേവിച്ചിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നാളെയാണ് ഇപ്പോൾ കൊണ്ടുപോകണ്ടെങ്കിൽ നാളെയാണ് നമ്മൾ സോസ് ഒഴിക്കുക അതിൻ്റെ അകത്ത്. അതായത് ഓയിസ്റ്റർ സോസും സോയ സോസും രാവിലെ ആയിരിക്കും ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയിലോട്ട് സോസ് ഒഴിക്കും. അതിന് ശേഷം റൈസ് ഇടും. ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് വേവിച്ച റൈസ്, അപ്പോൾ അതും ചേർക്കും. ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും ചേർക്കും. അങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. ഇത് 1 കപ്പ് ബസ്മതി റൈസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഒരു പാനിൽ നല്ലോണം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടണം. അതിനുശേഷം നമ്മൾ ഇവിടെ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അരി. അപ്പോൾ അത് വാരി നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ വെന്തിട്ടുണ്ടോ എന്ന് കഴിച്ച് നോക്കാം. ഒത്തിരി കുഴഞ്ഞു പോകരുത്, ഒരുപാടങ്ങ് വെന്ത് പോകരുത്, എന്നാലും അത് വേവാൻ വേണം. അപ്പോൾ അത് കഴിച്ച് നോക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റി കളയുക. ഇപ്പം അരി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ റൈസ് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളയാം. ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ടിത് ഫാനിൻ്റെ അടിയിൽ തണുക്കാൻ വയ്ക്കുക. പ്രിപ്പയർ ചെയ്ത ഗ്രേവിയിൽ 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസും ചേർക്കുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് കുക്ക്ഡ് റൈസ് ചേർക്കുക. ഒരു 2 മിനിറ്റ്സ് സോട്ട് ചെയ്യുക. എന്നിട്ട് ഫൈനലി സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യുക.